സിനിമാ സീരിയൽ നടി ശില്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന ശില്പയുടെ സുഹൃത്തും കാമുകനുമായ ഫോട്ടോഗ്രാഫർ അറസ്റ്റിലായി. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം സ്വദേശി ലിജിനാണ് പിടിയിലായത്. ശില്പയുടെ മരണത്തിന് പിന്നിൽ ലിജിന് വ്യക്തമായ പങ്കുണ്ടെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. സിനിമാ സീരിയൽ താരവും +2 വിദ്യാർത്ഥിനിയുമായ ശില്പയെ തിരുവനന്തപുരത്ത് മരുതൂർ കടവ് പാലത്തിന് സമീപം കരമനയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ശില്പയുടെ സുഹൃത്തും കാമുകനുമായ ലിജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശില്പയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിഗമനത്തിൽ കരമന പോലീസ് എത്തിയ സാഹചര്യത്തിലാണ് മരണത്തിൽ കാമുകനായ ലിജിന് പങ്കുണ്ടെന്ന കാര്യത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. ഇതനുസരിച്ച് ഒളിവിൽ കഴിഞ്ഞ ലിജിനായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ശില്പയുടെ മരണശേഷം ലിജിൻ കുടുംബസമേതം ഒളിവിൽ പോയി. ഇന്ന് രാവിലെ കാട്ടാക്കടയിൽ വെച്ചാണ് ലിജിൻ പോലീസിന്റെ പിടിയിലായത്. തമ്പാനൂർ CI സുരേഷ് കുമാറും സംഘവും ചേർന്നാണ് ലിജിനെ പിടികൂടിയത്. അതേസമയം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ മരണത്തിലുള്ള ലിജുവിന്റെ പങ്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന DCP സഞ്ജയ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാട്ടാക്കടയിലാണ് രാവിലെ 8:30-ക്കാണ് കിട്ടിയത്. ഇപ്പൊ കേസ് ഇൻവെസ്റ്റിഗേഷനിലാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്റർവോഗേഷൻ നടക്കുന്നുണ്ട്. ഇയാളെ എത്രയൊക്കെ റോൾ ഉണ്ട് അത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ ശേഷം മാത്രം പറയാൻ പറ്റും. കേസ് അന്വേഷിക്കുന്ന ഫോർട്ട് AC സുധാകരൻ പിള്ളയും DCPയോടൊപ്പം ലിജിനെ ചോദ്യം ചെയ്തു. എന്നാൽ ലിജിൻ ശനിയാഴ്ച ശില്പയ്ക്ക് മുഖമടക്കി അടികൊടുത്തുവെന്നും ഇത് മരണത്തിന് വഴിവെച്ചതാകാമെന്നുമുള്ള പ്രാഥമിക നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുണ്ട്. ലിജിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയ ശേഷം മരുതൂർ കടവിലും പെൺകുട്ടിയുടെ താമസ സ്ഥലത്തും കൊണ്ടുപോയി തെളിവെടുക്കുന്നുണ്ട്. ശില്പ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയായതിനാലും ശില്പയുടെ മാതാപിതാക്കൾ DGPക്ക് പരാതി നൽകിയതിനാലുമാണ് കേസന്വേഷണം സിറ്റി പോലീസ് കമ്മീഷണർ ഉന്നത ഉദ്യോഗസ്ഥന് കൈമാറിയത്. സുനിൽ അരുമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. തൃശൂർ, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ പണം നഷ്ടപ്പെട്ടവർ രംഗത്തെത്തി. ജോലി തേടിയെത്തുന്നവരെ വിസിറ്റിംഗ് വിസയിൽ മലേഷ്യയിലെത്തിച്ച് കബളിപ്പിച്ചാണ് സംഘം പണം തട്ടിയത്. മലേഷ്യയിലെ സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ ജോലി വാഗ്ദാനം നൽകിയാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത്. വിസിറ്റിംഗ് വിസയിൽ മലേഷ്യയിൽ എത്തിക്കാമെന്നും പിന്നീട് വർക്ക് വിസ ശരിയാക്കി നൽകാമെന്നുമാണ് വാഗ്ദാനം. വിസിറ്റിംഗ് വിസയിൽ വിദേശത്തെത്തി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് പലർക്കും തട്ടിപ്പ് മനസ്സിലാവുക. 1.5 ലക്ഷം മുതൽ 1.25 ലക്ഷം വരെയാണ് ജോലിക്കായി ഒരാളിൽ നിന്ന് വാങ്ങുക. തൃശൂർ ചേലൂർ സ്വദേശി അജിതൻ, ആലുവ സ്വദേശി രാകേഷ്, തിരുവനന്തപുരം സ്വദേശിനി ശ്രീന എന്നിവർ ചേർന്ന് പണം തട്ടിയതായാണ് പരാതി. തിരിച്ചെത്തിയത് എന്റെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ടാണ്, വീട്ടിൽ നിന്ന് അയച്ചു തന്ന ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഏകദേശം 70 പേരോളം ഇതിൽ കബളിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അറിയുന്ന 70 പേര്. ഞങ്ങൾ പൈസ കൊടുത്ത ഒരു സബ് ഏജന്റ് എന്ന നിലയിലുള്ള അജിതൻ മറ്റം സ്വദേശിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റു ആളുകൾക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പണം നഷ്ടപ്പെട്ടവരിൽ ഏറിയ പങ്കും അപമാനം ഭയന്ന് പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. 9 പേർ ചേർന്ന് പരാതി നൽകിയിട്ടും മുഖ്യപ്രതികൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ജോലി കിട്ടിയില്ലെങ്കിലും നഷ്ടപ്പെട്ട പണമെങ്കിലും തിരികെ ലഭിക്കണമെന്ന ആവശ്യമാണ് പരാതിക്കാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പരിസ്ഥിതി പ്രാധാന്യ മേഖലയായ ഇടുക്കി ജില്ലയിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകം. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കമാണ് വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നത്. ഭൂമാഫിയയും റവന്യൂ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് മണ്ണെടുപ്പിന് കളമൊരുക്കുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. ശക്തമായ മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലുമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഇടുക്കി ജില്ലയിൽ വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നത്. വിവാദമായതിനെ തുടർന്ന് നേരത്തെ നിർത്തിവെച്ചിരുന്ന അടിമാലിയിലെ മണ്ണെടുപ്പ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇവിടത്തേക്കാൾ ഭീതി വിതച്ചുകൊണ്ടാണ് വിനോദസഞ്ചാര പ്രദേശങ്ങളായ വാഗമണിലും പീരുമേടിലും മണ്ണെടുപ്പ് തുടരുന്നത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലെയും 45 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിലെയും മണ്ണെടുക്കരുത് എന്ന ഉത്തരവ് മറികടന്നാണ് ഭൂമാഫിയയുടെ ഈ മണ്ണെടുപ്പ്. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് മാനദണ്ഡങ്ങൾ മറികടന്നുള്ള ഇത്തരം മണ്ണെടുപ്പ് നടക്കുന്നത് എന്നാണ് ആരോപണം. സംഭവത്തിൽ പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതാണ് ഈ ആരോപണത്തെ സാധൂകരിക്കുന്നതെന്ന് സാമൂഹ്യപ്രവർത്തകൻ യതിൻ പറയുന്നു. ഇടുക്കി ജില്ലയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ദുരന്തം കാരണം ഒട്ടേറെ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിനെക്കുറിച്ച് അധികാരികൾ ശ്രദ്ധിക്കുകയോ വീണ്ടും ഇതുപോലുള്ള സാധാരണക്കാരെ ജനങ്ങൾ മണ്ണിടിച്ചിൽ പോലുള്ള ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ റവന്യൂ അധികാരികളും അതുപോലെ തന്നെ ഈ ഭൂമാഫിയയും കൂട്ടുകൂടിക്കൊണ്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷത്തിന്റെ ഭൂമാഫിയ നിരവധി കുന്നുകളാണ് ജില്ലയിൽ ഇടിച്ചു നിരത്തിയത്. നിർബാധം തുടരുന്ന ഇത്തരം മണ്ണെടുപ്പ് വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൈമടക്ക് വാങ്ങിക്കൊണ്ട് മൗനാനുവാദം നൽകുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ റീത്ത് വെക്കാനും മുതലക്കണ്ണീർ പൊഴിക്കാനും ഓടിക്കൂടുന്നവർ ഇത്തരം പ്രവൃത്തികളെ അമർച്ച ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്.
ഇടുക്കിയിൽ നിന്ന് ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ആനവേട്ട കേസിലെ പ്രതികൾക്കെതിരെ കാട്ടുപോത്തിനെ വേട്ടയാടിയ കുറ്റത്തിനും കേസെടുത്തു. മുഖ്യപ്രതി വാസു ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് തുണ്ടം റേഞ്ച് ഓഫീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം വാസുവിന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആനവേട്ടയ്ക്കായി കാട് കയറിയ വാസുവും സംഘവും ആനയെ കിട്ടാതെ വന്നപ്പോൾ മുന്നിൽ വന്നുപെട്ട കാട്ടുപോത്തിനെ വെടിവെച്ചിട്ടു. ഇതിന്റെ മാംസം മുറിച്ചെടുത്ത് സംഘം കാടിറങ്ങുകയായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അജീഷ് മൊഴി നൽകിയിരുന്നു. അജീഷിന്റെ ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ് കാട്ടുപോത്തിന്റെ ഇറച്ചി നാട്ടിലെത്തിച്ചത്. ഈ മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. വനനിയമം അനുസരിച്ച് കാട്ടാനയെയും കാട്ടുപോത്തിനെയും വെടിവെക്കുന്നത് ഒരേ രീതിയിലുള്ള കുറ്റമാണ്. വാസുവും സംഘവും വന്യമൃഗങ്ങളെയും വേട്ടയാടിയിരുന്നതായി നേരത്തെയും പരാതികളുണ്ടായിരുന്നെങ്കിലും കേസെടുത്തിരുന്നില്ല. ആനവേട്ട വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് കാട്ടുപോത്തിനെ വേട്ടയാടിയതിനെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതേസമയം ആനവേട്ട ആസൂത്രിത രീതിയിലുള്ളതായിരുന്നുവെന്ന് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കാട്ടിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനും നീക്കമുണ്ട്. കേസുകളിലെ മുഖ്യപ്രതിയായ വാസുവിന്റെ മരണ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ഇയാളുടെ പേര് നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. അതേസമയം വാസുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്കൂൾ വാഹനങ്ങളിലെ യാത്രയിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ? 2 മാസത്തിനിടെ ഉണ്ടായ 3 അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പീപ്പിൾ TV റിപ്പോർട്ടർ വിനിഷ വൃന്ദാവൻ തയ്യാറാക്കിയ അന്വേഷണാത്മക റിപ്പോർട്ട് കാണാം. കുട്ടികളെ വാഹനത്തിൽ സ്കൂളിൽ വിടാനാണ് നമുക്ക് താല്പര്യം. എന്നാൽ സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കുമുള്ള ഇത്തരം യാത്രകളിൽ നമ്മുടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ്? സ്കൂൾ തുറന്ന് 2 മാസം പിന്നിടും മുൻപേ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് തെറിച്ചു വീണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത് 3 കുരുന്നു ജീവനുകളാണ്. സ്കൂൾ ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കണമെന്ന കർശന നിയമം പ്രാബല്യത്തിലുള്ളപ്പോഴാണ് 3 ജീവനുകൾ അപഹരിക്കപ്പെട്ടത്. ഇത്രയൊക്കെയായിട്ടും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ വിദ്യാർത്ഥികളുമായി വാഹനങ്ങൾ നമ്മുടെ നിരത്തിലോടുന്നുണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നു. വാതിലുള്ള വാഹനങ്ങളിൽ മാത്രമേ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാവൂ എന്ന നിബന്ധന നിലനിൽക്കുമ്പോഴാണ് സുരക്ഷാ വാതിലില്ലാതെ ഓട്ടോറിക്ഷകളിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത്. ജീപ്പുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. പിറകുവശത്തെ വാതിലിന്റെ ഉയരവും വിദ്യാർത്ഥികളിരിക്കുന്ന സീറ്റിന്റെ ഉയരവും ഒരേ ലെവലിലായതിനാൽ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റോഡിലെ ഗട്ടറും സഡൻ ബ്രേക്കിംഗും ഇത്തരം സാഹചര്യങ്ങളിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നു. സ്കൂൾ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ട്രാഫിക് നിബന്ധനകൾ പാലിക്കുന്നുണ്ടെങ്കിലും സ്വകാര്യ വാഹനങ്ങളിൽ ചിലതെങ്കിലും മനഃപൂർവ്വം ഇത്തരം നിബന്ധനകൾ പാലിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതായി കോഴിക്കോട് സിറ്റി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ റസാഖ് പറയുന്നു. പ്രൈവറ്റായിട്ട് ഓട്ടോറിക്ഷകളും ജീപ്പുകളൊക്കെ കുട്ടികളെ എക്സസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള പരാതി പ്രകാരം നമ്മൾ സ്കൂൾ ടൈമിൽ രാവിലെയും വൈകുന്നേരവും സ്കൂൾ പരിസരത്ത് വെച്ച് നോക്കിയിരുന്നു. കാരണം വെച്ചാൽ വഴിയിൽ വെച്ച് നോക്കി കുട്ടികളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന രീതിയിൽ നമ്മൾ വഴിയിൽ വെച്ച് സ്കൂൾ പരിസരത്ത് വെച്ച് നോക്കാറുണ്ടായിരുന്നു. ചില വണ്ടികളിൽ വാഹനങ്ങളിൽ കൂടുതൽ കുട്ടികളെ കണ്ടിട്ട് നമ്മൾ കുട്ടികളെ ഇറക്കിയിട്ടതിന് ശേഷം വാൺ ചെയ്ത് നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ചെക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് റീസണബിൾ ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ പല ആൾക്കാരും ഇപ്പോൾ SMS മുഖേനയും അതേപോലെ പരാതി ഫോൺ മുഖേനയൊക്കെ രക്ഷിതാക്കളെ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ അപകടകരമായി കൊണ്ടുപോകുന്നുള്ളൂ. അതിനെതിരെ നമ്മൾ നടപടി എടുക്കുന്നുണ്ട്. അപകടങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാവുന്ന സുരക്ഷാ മുൻകരുതലെങ്കിലും നിർബന്ധമായും എടുത്തേ പറ്റൂ. അതല്ലെങ്കിൽ റോഡിൽ പൊലിയുന്ന ജീവനുകൾ തുടർക്കഥയാകും. വിനിഷ വൃന്ദാവൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം ചാത്തന്നൂരിൽ സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വീണ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാരെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് രക്ഷിതാക്കളുടെ പരാതി. അപകടം നടന്ന മണിക്കൂറുകൾക്കകം കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന് കാട്ടി കുട്ടിയുടെ പിതാവ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ്. അപകടം നടന്നയുടൻ കുട്ടിയെ രക്ഷിക്കാതെ സ്കൂൾ വാനുമായി കടന്ന ഡ്രൈവർക്കെതിരെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചുവെന്ന കുറ്റം ചുമത്തി കേസ് നിസ്സാരവൽക്കരിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് മരിച്ച കെവിന്റെ പിതാവ് പ്രകാശ് പറഞ്ഞു. വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന വാനിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. ആ ഡ്രൈവർ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ആ ഡ്രൈവറും കൂടെ ചേർന്ന് ആ വണ്ടിയിൽ തന്നെ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി. കുഞ്ഞ് 1/2 മണിക്കൂറിന് പുറത്ത് അവിടെ കിടന്നു റോഡിൽ. അവരെ കുഞ്ഞിനെ കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് കുഞ്ഞ് മരിച്ചു പോണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. അവരത് ചെയ്തില്ല അവര്. എന്നിട്ട് ആ കേസ് ഉണ്ടാക്കി വെച്ചിട്ട് അവര് വളരെ ഒരു സാധാ റോഡ് ആക്സിഡന്റ് പോലെയാണ് അവർ ഈ കേസ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് ഇന്ന് ഇപ്പൊ വന്ന് നിങ്ങൾ വരുന്നതിന് ഒരു 2 മിനിറ്റ് ഇപ്പൊ അവിടെ ഇറങ്ങിയതേ ഉള്ളൂ. അവർ വന്ന് നിന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തോ ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. ഞാനത് കേട്ടില്ല സംഭവം. അത് അവർ ഇറങ്ങി കഴിഞ്ഞ ശേഷമാണ് അവർ പറയുന്നത്. അവർ എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയോണ്ട് പോയതേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതിലാണ്.
പോലീസുകാരുമൊക്കെ അവരുടെ ഭാഗത്ത് ശക്തമായിട്ട് അവരുടെ പിന്നിൽ തന്നെയാണ് പോലീസുകാരും അതൊക്കെ. അപകടം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് നിർബന്ധിച്ച് സ്റ്റേഷനിലെത്തിച്ച് കള്ളമൊഴിയിൽ ഒപ്പിടാൻ തന്നെ പ്രേരിപ്പിച്ചുവെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ വെളിപ്പെടുത്തി. പോലീസുകാരൻ പറഞ്ഞ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ട് കൊടുത്തു, മൊഴിയിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് പോയാൽ മതിയെന്ന്. ഞാൻ അത് പോരെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അത് അതേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് എന്നെ നിർബന്ധമായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഒരു പേപ്പറിൽ എഴുതുന്ന വാചകങ്ങൾ പറഞ്ഞ എല്ലാം തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പകുതി വരെ എഴുതിയിട്ട് അതിൻ്റെ അടിക്ക് മുകളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും പറ്റത്തില്ല, വെള്ള പേപ്പറിൽ ഞാൻ ഒപ്പിടില്ല, ഇവിടെ നിങ്ങൾക്ക് എന്തും എഴുതി ചേർക്കാം. കേസ് ഒതുക്കി തീർക്കാൻ സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നുവെന്നും പല വാഗ്ദാനങ്ങളും മാനേജ്മെന്റ് ചില ടീച്ചർമാർ വഴി നൽകിയെന്നും കെവിന്റെ ബന്ധുക്കൾ പറഞ്ഞു. കുട്ടിയുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രാഘവാനന്ദ സ്കൂൾ അധികൃതർക്കെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നടൻ ഷമ്മി തിലകൻ നൽകിയ ഹർജിയിൽ കൊല്ലം മണി ഷോപ്പിംഗ് കോംപ്ലക്സ് മാളിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റാൻ കോടതി ഉത്തരവ്. അനധികൃത നിർമ്മാണങ്ങൾ 3 മാസത്തിനകം പൊളിച്ചുമാറ്റാനാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. മണി ഷോപ്പിംഗ് മാളിൽ ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ നഗരസഭയും തദ്ദേശ സ്വയംഭരണ ട്രിബ്യൂണലും ഉത്തരവിട്ടിരുന്നു. എന്നാൽ പൊളിക്കാൻ കാലതാമസം എടുത്തതിനാലാണ് ഹർജിക്കാരനായ ഷമ്മി തിലകൻ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത്. 10,200 സ്ക്വയർ ഫീറ്റിലെ അനധികൃത നിർമ്മാണങ്ങൾ 3 മാസത്തിനകം പൊളിച്ചു നീക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ഷോപ്പിംഗ് മാളിലെ നിയമലംഘനങ്ങൾ അവസാനിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ഷമ്മി തിലകൻ പീപ്പിൾ ന്യൂസിനോട് പറഞ്ഞു. നിയമത്തിൽ വിശ്വസിച്ച് പോരാടിയാൽ അതിന് വിജയം ഉറപ്പാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഉത്തരവാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം ഈ സ്ഥാപനത്തിന്റെ ഏകദേശം 10,200ഓളം സ്ക്വയർ ഫീറ്റ് കെട്ടിട ഭാഗങ്ങൾ 3 മാസത്തിനകം പൊളിച്ചുമാറ്റി എന്ന് ഉറപ്പുവരുത്തി കൊല്ലം കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഈ ജഡ്ജ്മെന്റ് പറയുന്നത്. അത് പൊളിച്ചു മാറ്റുന്നത് വരെ ഞാൻ നിയമ പോരാട്ടം തുടരും. ഷോപ്പിംഗ് മാളിന് സമീപത്താണ് ഷമ്മി തിലകന്റെ വീട്. ഷോപ്പിംഗ് മാളിലെ ശബ്ദ മലിനീകരണത്തിനെതിരെയും വീടിന് അഭിമുഖമായി കോലം വെച്ച് അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചും ഷമ്മി തിലകൻ മുമ്പും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവനന്തപുരം വർക്കല ഐരൂരിൽ 2 ഡസനിലധികം പശുക്കളെ പീഡിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 30-ലധികം വീട്ടുകാരാണ് പശുക്കളെ പീഡിപ്പിച്ച പ്രതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നയാളാണ് പ്രതി. ചിറകൻകീഴ് വക്കം സ്വദേശി അജേഷാണ് പ്രതി. ഐരൂരിലെ മുൻ താമസക്കാരനാണ് ഇയാൾ. ഒരു കൊലക്കേസ് പ്രതി കൂടിയായ ഇയാൾ കൂലിത്തല്ലും പിടിച്ചുപറിയും തൊഴിലായി സ്വീകരിച്ച കുറ്റവാളിയാണെന്ന് ഐരൂർ പോലീസ് പറയുന്നു. ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരകളായത് 1-2മല്ല, ഐരൂരിലെ 30ഓളം പാവം പശുക്കളാണ്. വളരെ നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് നാട്ടുകാർക്ക് പശുക്കളുടെ പീഡകനെ പിടികൂടി പോലീസിന് കൈമാറാൻ കഴിഞ്ഞത്. രാത്രി 7 മണിക്ക് അവർ പുറത്തു പോയിട്ട്, എന്റെ സഹോദരനും ഭാര്യയും പുറത്തു പോയിട്ട് 9 മണിയോടുകൂടി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് പശു ബഹളം വെക്കുകയും അമിതമായി വിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന കണ്ടുകൊണ്ട് ഇവർ എരുത്തിൽ കയറി നോക്കി എന്താണ് സംഭവം. എരുത്തിൽ കയറി നോക്കിയപ്പോഴാണ് കണ്ടത് 2 പശുക്കളുടെയും ബേക്കിൽ നിന്ന് മലദ്വാരത്തിൽ നിന്നും മൂത്രം പോകുന്നിടത്തു നിന്നും ബ്ലഡ് ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചെന്നത് അറിയുന്നതിന് വേണ്ടി ഇവർ 4 വശവും ടോർച്ചടിച്ച് നോക്കിയപ്പോൾ എരുത്തിലിന്റെ 10 അടി ദൂരത്തായിട്ട് ഈ അജേഷ് എന്ന് പറയുന്ന കൃത്യം ചെയ്ത ആള് കിടപ്പുണ്ടായിരുന്നു, തറയിൽ കിടക്കുകയായിരുന്നു. അപ്പോഴത്തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് പോലീസിനെ കൂടെ കൊണ്ടുവന്നാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. ഈ കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് തന്നെ അയാളുടെ ചാണാൻ പുരണ്ട ചെരുപ്പുകളും ഒരു മൊബൈലും 2 സിമ്മും നമുക്ക് കിട്ടുകയുണ്ടായി. അത് ഇന്നലെ 4 മണിയോടുകൂടി ഞങ്ങളും 10-30 പേര് നാട്ടുകാർ കൂടി മാസ്റ്റർ പെറ്റീഷൻ തയ്യാറാക്കി അതിന്റെ ഒറിജിനൽ പകർപ്പും ഈ 2 സിമ്മും മൊബൈൽ ഫോണും ഇയാളുടെ ചെരുപ്പും ഇന്നലെ 4 മണിക്ക് SIയുടെ മുമ്പാകെ ഹാജരാക്കുകയുണ്ടായി. എന്നിട്ട് പരാതി നേരിട്ട് നാട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. കേസ് പുറത്തറിഞ്ഞതോടെ പ്രതിയെ ഹിന്ദു ഐക്യവേദി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഐരൂർ പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി. പ്രതി റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആറ്റുകാൽ അമ്പലത്തിൽ RSS പ്രവർത്തകരുടെ പ്രകോപനം. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കമ്പിവേലി പൊളിച്ചു കളഞ്ഞതായി പരാതി. ചോദ്യം ചെയ്ത ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളെ അസഭ്യം പറഞ്ഞു. ക്ഷേത്ര ഭാരവാഹികൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി.
സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് RSS പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിക്കുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് RSS പ്രവർത്തകർ അഡ്വാൻസ് നൽകിയിരുന്നു. 6 മാസത്തിനുള്ളിൽ മുഴുവൻ തുകയും നൽകിയാൽ ഭൂമി സ്വന്തമാക്കാമെന്നായിരുന്നു കരാർ ധാരണ. എന്നാൽ ഭൂമി സ്വന്തം പേരിലാക്കും മുമ്പ് തന്നെ RSS വയൽഭൂമി മണ്ണിട്ട് നികത്തുകയാണ്. ലോറി കയറി വരുന്നതിനു വേണ്ടി ക്ഷേത്രത്തിന്റെ വേലി RSS പ്രവർത്തകർ ബലമായി പൊളിച്ചു കളഞ്ഞതായി ആരോപണമുണ്ട്. ഇത് ചോദ്യം ചെയ്യാനെത്തിയ ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും RSS പ്രവർത്തകർ അസഭ്യം പറഞ്ഞു എന്ന് ആക്ഷേപമുണ്ട്. ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ മണ്ണിട്ട് നികത്തൽ തടസ്സപ്പെട്ടുവെങ്കിലും ഇന്ന് വീണ്ടും പുനരാരംഭിച്ചു. നിരവധി RSS പ്രവർത്തകരുടെ കാവലിലാണ് പണികൾ ഇപ്പോൾ ആറ്റുകാലിൽ പുരോഗമിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള നിരവധി ഭക്തർ ദിനംപ്രതി എത്തുന്ന ക്ഷേത്രത്തിന് സമീപത്തെ കണ്ണായ ഭൂമി വില കൊടുത്ത് വാങ്ങുന്നത് RSS ശാഖ നടത്തുന്നതിന് വേണ്ടിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മണ്ണിട്ട് ഭൂമി നികത്തണമെങ്കിൽ ജില്ലാ കളക്ടറുടെ മുൻകൂർ അനുമതി വേണമെന്നതാണ് ചട്ടം. എന്നാൽ യാതൊരു അനുമതിയും RSS ഇതിനായി ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ക്ഷേത്രത്തിന്റെ വേലി പൊളിച്ചതിനെതിരെ ക്ഷേത്ര ഭാരവാഹികൾ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഫോർട്ട് CIക്കും പരാതി നൽകി. RSSന്റെ ഈ നടപടിയെ ഭക്തരെ ഉയർത്തി ചെറുക്കാനാണ് ക്ഷേത്ര ഭാരവാഹികളുടെ തീരുമാനം. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വധശിക്ഷ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് മുംബൈ സ്ഫോടന കേസ് പ്രതി യാക്കൂബ് മേമൻ വീണ്ടും സുപ്രീം കോടതിയിൽ ഹർജി നൽകി. വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മേമൻ മഹാരാഷ്ട്ര ഗവർണർക്ക് നൽകിയ ദയാഹർജി നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. വധശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യാക്കൂബ് മേമൻ നൽകിയ തിരുത്തൽ ഹർജി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മേമൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത്. നിയമപരമായ എല്ലാ വഴികളും തേടുന്നതിന് മുൻപാണ് ടാഡ കോടതി വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കിയതെന്നാണ് ഹർജിയിൽ പറയുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വധശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യാക്കൂബ് മേമൻ മഹാരാഷ്ട്ര ഗവർണർക്ക് ദയാഹർജിയും നൽകിയിട്ടുണ്ട്. കൂടാതെ രാഷ്ട്രപതിക്ക് വീണ്ടും ദയാഹർജി നൽകാൻ മേമൻ തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് സൂചന. നേരത്തെ മേമനു വേണ്ടി സഹോദരനായ സുലൈമാനാണ് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയിരുന്നത്. മഹാരാഷ്ട്ര ഗവർണർക്ക് നൽകിയ ദയാഹർജി നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന കേസുകളിൽ മാത്രമേ ഗവർണർക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളൂവെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ജൂലൈ 30-നാണ് മേമന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. വധശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ വിവിധ സംഘടനകളും വ്യക്തികളും രംഗത്തെത്തിയിട്ടുണ്ട്. മേമന്റെ വധശിക്ഷ കൊണ്ട് മാത്രം നീതി നടപ്പാക്കില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോതമംഗലത്ത് തുമ്പിക്കൈ മുറിഞ്ഞു തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ കാട്ടാന വീണ്ടും ഭീതി പരത്തുകയാണ്. ഒരു കുടിൽ പൂർണ്ണമായും തകർത്തു. പ്രദേശത്തെ നിരവധി കാർഷിക വിളകളും ആന നശിപ്പിച്ചിട്ടുണ്ട്. തുമ്പിക്കൈ വിട്ടു തൂങ്ങിയ നിലയിൽ നാട്ടിലേക്കിറങ്ങിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ശുശ്രൂഷിക്കാനുള്ള ശ്രമങ്ങൾ പാളിപ്പോയിരുന്നു. ഉൾവനത്തിലേക്ക് നീങ്ങിയ കാട്ടാന വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ്. മാമലക്കണ്ടത്ത് 5 കുടി ആദിവാസി കോളനിക്ക് സമീപമെത്തിയ ആന ആദിവാസി കോളനിയിലെ തങ്കപ്പന്റെ കുടിൽ തകർത്തു. കുടിലുണ്ടായിരുന്ന തങ്കപ്പനും ഭാര്യയും അവരുടെ 1 വയസ്സുള്ള മകനെയും കൊണ്ട് പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. കുടിലും വീട്ടുപകരണങ്ങളും ആന ചവിട്ടി മെതിച്ചു. വീടിന്റെ ഒരു സൈഡ് ഇങ്ങനെ ആന വലിച്ചു പറിച്ച് എനിക്കൊരു കുഞ്ഞു കൊച്ചുണ്ട്. ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് ഇറങ്ങി ഓടുമായിരുന്നു. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെ. രാത്രിയിൽ ഇറങ്ങിയ കാട്ടാന തെങ്ങ്, കപ്പ, വാഴ തുടങ്ങിയ കാർഷിക വിളകളുടെ തോട്ടം ഒന്നാകെ നശിപ്പിച്ചു. മൂന്നാർ DFO KR സാബുവിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആന കാട്ടിലേക്ക് കയറിപ്പോയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മരങ്ങാട്ടുപള്ളിയിലെ കസ്റ്റഡി മരണത്തിലും കോന്നിയിലെ 3 പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിലും മുൻവിധിയോടെയാണ് പോലീസിന്റെ പ്രതികരണം. പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി കൊച്ചി ലോ കോളേജിലെ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ലോ കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ലോ കോസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ആ കാഴ്ചയുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പോലീസ് യൂണിഫോമിന് സമാനമായ ഷർട്ടും തൊപ്പിയും രുദ്രാക്ഷമാലയും ഭസ്മക്കുറിയും അണിഞ്ഞ് ലോ കോളേജ് വിദ്യാർത്ഥിയായ അജേഷ് കോടനാടന്റെ നേതൃത്വത്തിലാണ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോട്ടയത്ത് സിബി എന്ന യുവാവിന്റെ കസ്റ്റഡി മരണവും കോന്നിയിലെ 3 പെൺകുട്ടികളുടെ മരണത്തിൽ പോലീസിന്റെ പ്രസ്താവന തുടങ്ങി കഴിഞ്ഞ കുറച്ചു നാളുകളായി പോലീസ് നടത്തുന്ന നിരുത്തരവാദപരമായ സമീപനത്തെയാണ് ഇവർ വിമർശിക്കുന്നത്. ഈ കോന്നിയിലെ പെൺകുട്ടികൾ ഏത് സഹകരണ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കാൻ തയ്യാറാവണം. യാതൊരുവിധ ഗുണങ്ങളുമില്ലാത്ത കേരളത്തിൽ തെരുവ് നായ്ക്കളെ പേടിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരുപാട് ഹർജികൾ പോയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞ്. യഥാർത്ഥത്തിൽ കേരളത്തിന് ഭീഷണി തെരുവ് നായ്ക്കളല്ല, കേരള പോലീസായി മാറിയിരിക്കുന്ന ഒരു നാറിയ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോന്നിയിലെ പെൺകുട്ടികൾ മരിച്ചപ്പോൾ കവടി നിരത്തിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് പെൺകുട്ടികൾ മരിച്ചതെന്ന് പറയുന്നതും അജേഷ് അവതരിപ്പിച്ചപ്പോൾ കണ്ടുനിന്നയാൾ ചെരുപ്പൂരി മുഖത്തടിച്ചത് പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെയുള്ള സാധാരണക്കാരന്റെ പ്രതിഷേധമായിരുന്നു.
ലോ കോളേജിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ലോക്കോസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.